നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലൂടെ സഭയുടെ രക്തസാക്ഷികളുടെ ജീവിതം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. സഭയെന്നും വളർന്നിട്ടുള്ളത് ഇന്നും രക്തസാക്ഷികളുടെ ചുടുതിണ്ണത്തിലാണ്. 6 മിനിറ്റിൽ ഒരു ക്രിസ്ത്യാനി വധിക്കപ്പെടുന്നു എന്നാണ് ആധുനിക ലോകത്തിലെ കണക്ക്. ധാരാളം ആളുകൾ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായി തീരുന്നുണ്ട്. നമുക്ക് അനുദിന ജീവിതത്തിൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രക്തസാക്ഷികളുടെ ജീവിതത്തെ അടുത്ത് പരിചയപ്പെടുകയും ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ശക്തി സ്വന്തമാക്കിക്കൊണ്ട് ധീരതയോടുകൂടി രക്തസാക്ഷികൾ യേശുവിന് വേണ്ടി മരണം കൈവരിച്ചതുപോലെ മരണം കൈവരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ ജീവിതം നമുക്കൊരു പാഠമാണ്. ഈ രക്തസാക്ഷികളുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് ആ വിശുദ്ധരോട് പ്രാർത്ഥിക്കുകയും അവരുടെ മാതൃക സ്വീകരിക്കുകയും ചെയ്യാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഏവർക്കും സുപരിചിതനായ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ജീവിതമാണ് നാം പഠിക്കുക. സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ. വിശുദ്ധ മത്തായി ശ്ലീഹ സുവിശേഷത്തിലൂടെ നമുക്ക് പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ആ ജീവിതത്തിലൂടെയും ആ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശത്തിലൂടെയും നമുക്ക് കടന്നു പോകാം. ഗലീലിയിൽ നിന്നുള്ള ഹെൽപ്പയുടെ പുത്രനായിരുന്നു അപ്പസ്തോലനും സുവിശേഷകനുമായ വിശുദ്ധ മത്തായി. ലേവി എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ നിന്നും നാം കാണുന്നു. വിശുദ്ധ മത്തായി എഴുതിയത് എന്ന് കരുതപ്പെടുന്ന സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ് തുടങ്ങിയവരുടെ സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും വിശുദ്ധ മത്തായിയെ നാം കണ്ടുമുട്ടുന്നു. യൂദയായിലെ യഹൂദ സമൂഹത്തിലും പിന്നീട് എത്യോപ്യയിലും സുവിശേഷം പ്രസംഗിച്ച വിശുദ്ധ മത്തായി എത്യോപ്യയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് പാരമ്പര്യം. പിതാവേ, മത്തായി സ്ലേഹനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? മറ്റ് അപ്പസ്തോലന്മാരെ പോലെ തന്നെ വിശുദ്ധ മത്തായിയെക്കുറിച്ചും നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോ അതുപോലെ ജീവിത സാഹചര്യങ്ങളോ ഒന്നിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ല. ഗലീലിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ മത്തായി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ഹൽപ്പയുടെ പുത്രൻ എന്നൊരു പേരുണ്ടല്ലോ, ഹൽപ്പയുടെ പുത്രൻ. അതുപോലെ ലേവി എന്ന പേരും അദ്ദേഹത്തിനുണ്ട്.
സുവിശേഷങ്ങളിൽ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ മത്തായി എന്ന പേരേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ലേവി, ഹൽപ്പയുടെ പുത്രൻ എന്നും മത്തായിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ യേശുവിനോടൊപ്പം ആയിരുന്നു വിശുദ്ധ മത്തായി ശ്ലീഹ എന്ന അപ്പസ്തോലൻ എന്ന് നമുക്കതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഗലീലയിൽ ജീവിച്ചു ഈ ഹൽപ്പയുടെ പുത്രൻ എന്നുള്ള പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ നമുക്ക് വിശുദ്ധ മത്തായിയെക്കുറിച്ച് ലഭിക്കുകയുള്ളൂ. എന്നാൽ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പസ്തോലന്മാരോടൊപ്പം ഒളിച്ചോടുന്നതിൽ മത്തായി ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം. എല്ലാവരും ഒളിച്ചോടിയല്ലോ. എങ്കിലും യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം തിരികെ വന്ന അപ്പസ്തോലന്മാരിൽ കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്ന് തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് പ്രാഥമികമായിട്ടുള്ള വിശുദ്ധ മത്തായിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അതാണ് ലഭിക്കുന്നത്. പിതാവേ, മത്തായി ശ്ലീഹായുടെ ജീവിത രീതിയെക്കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് അറിവില്ല. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? സുവിശേഷത്തിൽ നിന്നുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ, മറ്റുള്ളത് നന്നായിട്ട് അറിഞ്ഞുകൂടാ. ചുങ്കക്കാരനായിരുന്നു, അത് നമ്മൾ നന്നായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. മത്തായി ചുങ്കക്കാരനായിരുന്നു. ചുങ്കം പിരിക്കുക എന്നുള്ളത് ആ സമയത്ത് ഏറ്റവും മോശമായ ജോലികളിലൊന്നായിരുന്നു. പിരിക്കുന്ന ആൾക്കല്ല, മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ സാമൂഹികമായിട്ട് ചുങ്കം പിരിക്കുന്ന വ്യക്തിയെ ആ വീട്ടിൽ നിന്ന് ഒരു വിവാഹത്തിന് പോലും ആരും തയ്യാറാകുമായിരുന്നില്ല. യഹൂദർ ചുങ്കം പിരിക്കുന്നു. കാരണം അവരെപ്പോഴും വിദേശീയരോടുള്ള ആഭിമുഖ്യം അവർക്ക് കൂടുതലുണ്ടല്ലോ. സീസറിന് വേണ്ടിയാണല്ലോ ചുങ്കം പിരിക്കുന്നത്. അപ്പോൾ സീസറിനോട് ചേർന്ന് നിൽക്കുന്നവർ, അതുകൊണ്ട് ഒരു മാനസികമായ ഒരു അകൽച്ച എപ്പോഴും ചുങ്കക്കാരോട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചുങ്കസ്ഥലത്തിരുന്ന് ജോലി ചെയ്യുന്ന ആളായിരുന്നു മത്തായി അല്ലെങ്കിൽ ലേവി, ഹൽപ്പയുടെ പുത്രൻ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ എപ്പോഴും ദൂരെ നിന്നിരുന്നു. എന്നാൽ ഇവിടെ യേശു ഈ ചുങ്കക്കാരനെയാണ് സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചുങ്കം പിരിക്കുന്ന വ്യക്തികളുടെ കൂടെ എപ്പോഴും ആളുകൾ ചുങ്കം പിരിക്കുന്നവരിൽ നിന്ന് ദൂരെ പോകുവാൻ പരിശ്രമിക്കുമല്ലോ. ചുങ്കക്കാരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ പരിശ്രമിക്കും. പക്ഷെ അവരെ കൃത്യവഴിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആളുകൾ വേണം. അപ്പോൾ കൂടെ ആളുകളുണ്ടായിരുന്നു. പിന്നീട് എടുക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കണം, ബാക്കിയുള്ളത് സൂക്ഷിക്കാം. അപ്പോൾ ഒരു പണപ്പെട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ചുങ്കം പിരിക്കുക എന്നുള്ളത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ജോലിയായിരുന്നു. അതായിരുന്നു വിശുദ്ധ മത്തായി ശ്ലീഹ തൻ്റെ ജോലിയായിട്ട് ചെയ്തിരുന്നത്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് നമുക്ക് അത് മാത്രമേ യേശു വിളിക്കുമ്പോൾ അതേക്കുറിച്ച് നമുക്ക് യേശു അടുത്ത് വരികയാണ്. അങ്ങോട്ട് വരാൻ പോലും ആരും തയ്യാറല്ല. എന്നാൽ ഈശോ അടുത്ത് വന്നു, ആ സ്ഥലത്ത് വന്നു, അവനെ വിളിക്കുന്നു. വിളിക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ഈശോ ലേവിയെ വിളിച്ചിട്ട്, മത്തായിയെ വിളിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അവൻ്റെ വീട്ടിലോട്ട് പോയി ഭക്ഷണം കഴിച്ചു. ആ കാലത്ത് യഹൂദർക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല. വെറുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ഈശോ തയ്യാറായി. എന്തൊരു വലിയ മനോഭാവമാണ് ഈശോയുടേത്. അതോടൊപ്പം അവനെ നേടുകയാണ് ചെയ്യുന്നത്. തൻ്റെ സ്വന്തമായിട്ട് ശിഷ്യഗണത്തിലേക്ക്, അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈശോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈശോയുടെ മനോഭാവം. അങ്ങനെ അവനെല്ലാം ഉപേക്ഷിക്കുകയാണ്. ആ സ്ഥലം ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു പ്രദേശം അവൻ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഇത്ര രൂപ ചുങ്കം പിരിച്ചിട്ട് സീസറിന് കൊടുക്കാം, അപ്പമായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ സ്ലോട്ട് ഈശോ വിളിച്ചു കഴിയുമ്പോൾ ആ പ്രദേശം അവൻ ഉപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ടല്ലോ, ആളുകളെ നിർത്തിയിട്ടില്ലേ, അവർ പണം പിരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനൊക്കെ, അവരെല്ലാം ഉപേക്ഷിക്കുന്നു. സൂക്ഷിച്ചിരുന്ന പണപ്പെട്ടി ഉപേക്ഷിക്കുന്നു. എത്രയോ വലിയൊരു ത്യാഗം, ശൂന്യവൽക്കരണമാണ് ഒരു അപ്പസ്തോലനിൽ നിന്നും ശിഷ്യരെന്ന നിലയിൽ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് വിശുദ്ധ മത്തായിയുടെ ആ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചുങ്കസ്ഥലത്തായിരുന്ന വിശുദ്ധ മത്തായിയെ ഈശോ വിളിക്കുന്നതായി നാം വിവിധ സുവിശേഷങ്ങളിൽ കാണുന്നു. ആ വലിയ ദൈവനിയോഗത്തോട് തൽക്ഷണം പ്രതികരിക്കുന്ന അനുസരണാശീലമുള്ള ഒരു വ്യക്തിയെയാണ് സുവിശേഷങ്ങൾ വിവരിക്കുന്നത്. വിളിക്ക് പ്രത്യുത്തരമായി ഉടൻ എല്ലാം ഉപേക്ഷിച്ച് ദൈവപുത്രനെ അനുഗമിക്കുന്ന വിശുദ്ധ മത്തായിയുടെ ജീവിതത്തിൽ എക്കാലവും
ഈ അനുസരണാശീലമുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് വിവരിക്കാമോ? മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം ആദ്യകാലത്ത് എഴുതപ്പെട്ട സുവിശേഷമാണ്. 4 സുവിശേഷങ്ങളാണല്ലോ ഉള്ളത്. ആ സുവിശേഷങ്ങളിൽ ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി അപ്പസ്തോലന്മാർ പോയി കഴിഞ്ഞപ്പോൾ, മത്തായി ശ്ലീഹ തന്നെ പോയി കഴിഞ്ഞപ്പോൾ അവരെ പഠിപ്പിക്കുന്നതിനൊരു പുസ്തകം ഉണ്ടെങ്കിലല്ലേ പഠിപ്പിക്കാൻ കഴിയൂ. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മത്തായി ശ്ലീഹ സുവിശേഷം എഴുതിയതാണ്. യഥാർത്ഥത്തിൽ അത് ആരെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്? അത് യഹൂദരെയാണ് മത്തായി ശ്ലീഹ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. യഹൂദർക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. യഹൂദരോട് എന്താണ് പറയുവാൻ ഉദ്ദേശിച്ചത്? ഇവൻ യഥാർത്ഥത്തിൽ വരാനിരുന്ന ദൈവത്തിൻ്റെ പുത്രൻ, ക്രിസ്തു, അഭിഷിക്തൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുക. യേശുവിനെ പരിചയപ്പെടുത്തുന്നത് പിതാവായ ദൈവം അയച്ച വ്യക്തി, ഇതുവരെ നൂറ്റാണ്ടുകളായിട്ട് നാം കാത്തിരുന്ന വ്യക്തി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഹൂദരോട് പറയുകയാണ്, നിങ്ങൾ സ്വീകരിക്കുക. അതിന് സമർത്ഥിക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രമേയങ്ങൾ കൃത്യമായിട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ഓരോ ഭാഗത്തും അപ്പസ്തോലൻ ചെയ്യുന്നത്. അപ്പോൾ അപ്പസ്തോലൻ യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് കേട്ടിട്ടുള്ളതും മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ളതും താൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതും എല്ലാം ക്രോഡീകരിക്കുകയാണ് തൻ്റെ സുവിശേഷത്തിൽ അപ്പസ്തോലൻ ചെയ്യുന്നത്. മത്തായി ശ്ലീഹ അപ്പസ്തോലന് യഹൂദർക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയത്. പ്രധാനമായിട്ടും യഹൂദരോട് പറയുന്നത് വരാനിരുന്നവൻ ഇവൻ തന്നെ. അതുകൊണ്ടാണ് ഓരോ അവസരത്തിലും സുവിശേഷത്തിൽ എപ്പോഴും പരാമർശിക്കുക. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് എന്താണ്? പഴയ നിയമമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ്. പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യേശയ്യായുടെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്, പഞ്ചഗ്രന്ഥികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പഴയ കാലങ്ങളിൽ സംഭവിച്ച സംഭവങ്ങൾ, ഇതെല്ലാം എടുത്ത് കോർത്ത് വെച്ചിട്ട് ഇവനാണ് യഥാർത്ഥ രക്ഷകനെന്ന് പഠിപ്പിക്കുക എന്ന ലക്ഷ്യം വിശുദ്ധ മത്തായിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ സുവിശേഷം എഴുതിയത് മത്തായി ശ്ലീഹ തന്നെയാണോ എന്ന് കൃത്യമായിട്ട് ബൈബിൾ വ്യാഖ്യാതാക്കൾക്ക് ഒരു ഏക അഭിപ്രായമില്ല. അത് എഴുതിയത് മത്തായി ശ്ലീഹ തന്നെയാണോ എന്ന്. എന്നാൽ മത്തായി ശ്ലീഹയുടെ പേരിലാണ് സുവിശേഷം അറിയപ്പെടുന്നത്. പിതാവേ, വിശുദ്ധ മത്തായി ശ്ലീഹ സുവിശേഷം പ്രഘോഷിച്ചത് എവിടെയെല്ലാമാണ്? വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷ പ്രഘോഷണം യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തുകയും അവരെ ജ്ഞാനസ്നാനം നൽകി പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകി സഭയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുക. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല, നിങ്ങളോടൊപ്പം ഞാനുണ്ടായിരിക്കും. വളരെ ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് അവസാന ഭാഗത്ത് കണ്ടെത്താൻ സാധിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ മലയിലേക്ക് പോകുവിൻ എന്ന് പറയാം. അപ്പോൾ അപ്പസ്തോലന്മാർ ചിതറിക്കപ്പെട്ടെങ്കിലും പിന്നീട് തുടർന്ന് ഈശോയുടെ ഉദ്ധിതനായ യേശുവിൻ്റെ ആഗ്രഹപ്രകാരം ആഹ്വാനപ്രകാരം മത്തായി ശ്ലീഹായും അതിനോടൊപ്പം ചേർന്ന് നിങ്ങൾ ലോകമെങ്ങും പോയി എനിക്ക് സാക്ഷികളാകുവിൻ, സുവിശേഷം പ്രസംഗിക്കുവിൻ, അവരെ ശിഷ്യപ്പെടുത്തുവിൻ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ, ഈ സന്ദേശം നൽകി. ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ യുഗാന്തത്തോളം ഈ ലോകം അവസാനിക്കുന്നിടത്തോളം കാലം നിങ്ങളോടുകൂടി ഞാൻ ഉണ്ടായിരിക്കും. ഈ പാഠങ്ങൾ നൽകിക്കൊണ്ട് ഈശോ അവരെ പറഞ്ഞയക്കുക. മറ്റ് അപ്പസ്തോലൻ പോയതുപോലെ തന്നെ മത്തായി ശ്ലീഹായും മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കുമാണ് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പോയത്. മിഡിൽ ഈസ്റ്റിൽ ആ പ്രദേശങ്ങളിൽ തൊട്ടടുത്തുള്ള ഗ്രീക്ക് പ്രദേശങ്ങളിൽ, സിറിയയിൽ, അവിടെയെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. അതെല്ലാം അടുത്ത പ്രദേശങ്ങളാണ്. എന്നാൽ അവിടെ നിന്ന് ആഫ്രിക്കയിലേക്ക് കടന്നു. വളരെ എളുപ്പത്തിൽ അവിടെ ആഫ്രിക്കയിലേക്ക് കടക്കാം. എത്യോപ്യയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് കണക്കാക്കുന്നത്. മത്തായിയുടെ ജീവിതത്തിൽ സുവിശേഷ പ്രഘോഷണം ഈ മേഖലകളിലായിരുന്നു. വിശുദ്ധ മത്തായി തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച്
പന്തക്കുസ്ത ദിനത്തിൽ സ്വീകരിച്ച പരിശുദ്ധാത്മ ശക്തിയുടെ പിൻബലത്തിൽ തീഷ്ണതയോടെ സുവിശേഷ പ്രഘോഷണത്തിനിറങ്ങി എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യ 1.5 പതിറ്റാണ്ടോളം അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചത് യഹൂദർക്കിടയിലാണെന്ന് കരുതപ്പെടുന്നു. പിന്നീട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട എത്യോപ്യയിൽ എത്തിച്ചേർന്ന അദ്ദേഹം മരണം വരെ അവിടെ ചെലവഴിച്ചു. അനേകായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വചന സന്ദേശങ്ങൾ സ്വീകരിച്ച് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. പിതാവേ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? വിശുദ്ധ മത്തായിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും പൊതുവെ കണക്കാക്കുന്നത് അവിടെ എത്യോപ്യയിൽ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ എത്യോപ്യയിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ വാളിനിരയായി എന്നാണ് പൊതുവെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കണക്കാക്കുന്നത്. മത്തായിയുടെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. അത് ഐതിഹ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഒരു ദിവസം വിശുദ്ധ മത്തായി ശ്ലീഹായ്ക്ക് ഗലീലയിലായിരിക്കുമ്പോൾ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം പറഞ്ഞു, എത്യോപ്യയിലേക്ക് പോകുക, അവിടെ സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമായ മാർഗനിർദ്ദേശം ഞാൻ നൽകും. അങ്ങനെ ഉണ്ണീശോയുടെ നിർദ്ദേശപ്രകാരം മത്തായി ശ്ലീഹ എത്യോപ്യയിൽ ചെന്നു. അവിടെ രാജാവുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. അവിടെ വലിയ അത്ഭുതങ്ങൾ മത്തായി ശ്ലീഹ അത്ഭുതങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിച്ചു. ആ അത്ഭുതങ്ങളിലൂടെ പ്രസംഗിച്ചിൽ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, മത്തായി ശ്ലീഹയുടെ കയ്യിലൊരു വടി. ആ വടി അവർ രാജാവ് വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ വടി അവിടെ നാട്ടി നിർത്തി. പെട്ടെന്ന് അത് തളർത്തു, വലിയൊരു വൃക്ഷമായി തീർന്നു, ഫലങ്ങളുണ്ടായി. ആ ഫലം പറിച്ച് രാജാവിന് കൊടുത്തു. അങ്ങനെ രാജാവും ആ പത്നിയും എല്ലാവരും വിശ്വാസം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവർ പേര് മാത്യു എന്ന് തന്നെ സ്വീകരിച്ചു എന്നും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. അത് എന്തുമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാവരും സുവിശേഷം സ്വീകരിച്ചപ്പോൾ അവിടെയുള്ള പുരോഹിതർക്ക് വലിയ വെറുപ്പുണ്ടായി. പുരോഹിതർ മത്തായി ശ്ലീഹായെ വാളിനിരയാക്കി എന്നാണ് ആ ഐതിഹ്യത്തിൽ കാണുക. എങ്ങനെയാണെങ്കിലും എത്യോപ്യയിൽ വെച്ച് മത്തായി ശ്ലീഹ രക്തസാക്ഷിയായി തീർന്നു എന്ന് നാം വായിക്കുകയാണ്. പിതാവേ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ പ്രതീകം മനുഷ്യനാണല്ലോ. എന്തുകൊണ്ടാണത്? ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? മത്തായിയുടെ സുവിശേഷത്തിന് മാത്രമല്ല, 4 സുവിശേഷങ്ങൾക്കും ഓരോ പ്രതീകമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രതീകം മനുഷ്യൻ. അത് വംശാവലി, മനുഷ്യരെക്കുറിച്ച് പറയുന്ന വംശാവലി അവതരിപ്പിച്ചിരിക്കുന്നത് മത്തായി ശ്ലീഹ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ആദ്യത്തേന് മനുഷ്യൻ്റെ ചിത്രം. അത് യേശയ്യായുടെ പ്രവചനങ്ങളിൽ കാണുന്ന ചില പ്രതീകങ്ങളും വെളിപാടിൻ്റെ പുസ്തകത്തിലുള്ള പ്രതീകങ്ങളുടെ എല്ലാം ചുവട് പിടിച്ചിട്ടാണ് ഈ പ്രതീകങ്ങൾ നൽകുക. അപ്പോൾ ആ വെളിപാടിനനുസരിച്ച് അതിനോട് ചേർത്ത് വെച്ച് ഒരു മനുഷ്യൻ്റെ പ്രതീകം അവതരിപ്പിക്കുന്നത് അവിടെ വംശാവലി കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം സിംഹമാണ്. അവിടെ ഉദ്ധിതനായ ക്രിസ്തുവിനെയാണ് മർക്കോസ് സുവിശേഷകന് അവതരിപ്പിക്കുന്നത്. അതിൽ ഉദ്ധിതനായ ക്രിസ്തു, അതുകൊണ്ട് ഒരു സിംഹമാണ് പ്രതീകമായിട്ട് നിൽക്കുക. ഒരു സിംഹത്തിന് ഒരു കഥയുണ്ട്. ഒരു സിംഹം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് ജീവനില്ലായിരുന്നു. അപ്പോൾ ആൺസിംഹം വന്ന് ആ കുഞ്ഞിൻ്റെ നാസാരന്ധ്രങ്ങളിൽ ശ്വസിച്ചു. ആൺസിംഹം ഉടനെ അതിന് ജീവൻ കിട്ടി. ആ ഒരു കഥയുടെ ബാക്ക്ഗ്രൗണ്ടും ഇതോടൊപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിന് ഉദ്ധിതനം മരിച്ചിരുന്നു, എന്നാൽ അവന് ജീവൻ കിട്ടി. അതുകൊണ്ട് ആ പ്രമേയമായിട്ട് സിംഹത്തെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം ഒരു കാളയാണ് അവതരിപ്പിക്കുന്നത്. ബലിമൃഗമാണല്ലോ കാളകളെ ബലി അർപ്പിച്ചിരുന്നല്ലോ. യേശു യഥാർത്ഥ ബലിമൃഗമാണ്. അതിനോട് ചേർത്ത് വെച്ച് അതിനെ കാളയുടെ പ്രതീകമായിട്ട്. യോഹന്നാൻ്റെ സുവിശേഷം കഴുകനാണ്. കഴുകന് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ 3-ാം തട്ടിലേക്ക് പ്രവേശിക്കുന്ന ആ വലിയ ആത്മീയ ചിന്തകളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നതിൻ്റെ രീതിയിൽ അവിടെ അവതരിപ്പിക്കുകയാണ്. ചിന്തകൾ ആത്മീയമായിട്ട് ഉയരുന്നു. അതുകൊണ്ട് അത് കഴുകൻ്റെ
പ്രതീകം അവിടെ നൽകുന്നു. അങ്ങനെ 4 പ്രതീകങ്ങളാണ് സുവിശേഷത്തിന് നൽകിയിട്ടുള്ളത്. ചുങ്കക്കാരനായിരുന്ന മത്തായിയെ തൻ്റെ ശിഷ്യരിൽ ഒരാളായി തിരഞ്ഞെടുത്ത ക്രിസ്തു ഒരുപക്ഷെ തൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ലക്ഷ്യം അവിടെ പ്രഘോഷിക്കുകയായിരുന്നു. പിന്നീട് മത്തായിയുടെ ഭവനത്തിൽ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷണത്തിനിരുന്നതിനെ ചോദ്യം ചെയ്ത യഹൂദരോട് അവിടുന്ന് അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്നായിരുന്നു ഈശോയുടെ വാക്കുകൾ. വിശുദ്ധ മത്തായിയുടെ മാനസാന്തരവും ജീവിതവും രക്തസാക്ഷിത്വവും എക്കാലത്തെയും ക്രൈസ്തവർക്ക് ശക്തി പകരുന്നതാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ യൂദാസ് ചുംബിച്ച് ഒറ്റുകൊടുത്തപ്പോൾ പീലാത്തോസിൻ്റെ പട്ടാളക്കാർ വന്ന് അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ ഒളിച്ചോടിയ മത്തായി എന്ന ശിഷ്യൻ പിന്നീട് ധീരതയോടുകൂടി രക്തസാക്ഷിയായി തീരുന്ന വലിയ അനുഭവം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നതും മറ്റൊന്നല്ല, ധീരതയോടുകൂടി രക്തസാക്ഷിത്വം വരിക്കുക. അത് ആത്മീയ രക്തസാക്ഷിത്വം. ഒരുപക്ഷെ ശാരീരികമായി രക്തം ചിന്താനുള്ള അവസരം നമുക്കില്ലായിരിക്കാം, എന്നാൽ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാൻ നമുക്ക് സാധിക്കും. സഹനത്തിലൂടെ നമുക്ക് പലപ്പോഴും ഭയപ്പെട്ടു പോകും. വിശുദ്ധ മത്തായി നമ്മോട് സുവിശേഷത്തിലൂടെ പറയുക, ഭയപ്പെടേണ്ട, യുഗാന്തത്തോളം ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നമുക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു ചൈതന്യം നമുക്ക് സ്വന്തമാക്കണം. നമുക്ക് രക്തസാക്ഷികളായി തീരുവാനുള്ള ധീരത ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും സുവിശേഷം പ്രസംഗിക്കാം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ആത്മാർത്ഥതയോടുകൂടി നാം ചെയ്യുമ്പോൾ, പൂർണ്ണമായിട്ടും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നാം ചെയ്യുമ്പോൾ നമുക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പരിവേഷം ലഭിക്കും. നമ്മുടെ ഹൃദയത്തിൽ രക്തം ഇറ്റിറ്റായിട്ട് വീഴും. പക്ഷേ അതിന് കരുത്തുണ്ടാകണം, ആത്മീയ അടിത്തറ നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ഈ എപ്പിസോഡ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുവാൻ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവിൻ, അവരെ ശിഷ്യപ്പെടുത്തുവിൻ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സുവിശേഷത്തിന് സാക്ഷികളാകാം. വിശുദ്ധ മത്തായി ശ്ലീഹായെ പോലെ ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ നാം കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിറമണിഞ്ഞ കാലടി പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടി പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നു